പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രത്യേകിച്ച് വീട്ടമ്മമാരായ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ഇന്നലെ ഒരു വിധി വന്നത് ശ്രദ്ധിച്ചായിരുന്നോ? നമ്മുടെ സുപ്രീം കോടതിയിൽ നിന്ന് വന്നൊരു വിധിയാണ്. നിങ്ങളുടെ സേവനത്തിന് എത്ര രൂപയാണ് വീട്ടുകാരിട്ടിരിക്കുന്നത്? വളരെ കുറഞ്ഞ തുകയായിരിക്കും. ചിലർക്കൊന്നും അങ്ങനൊരു സേവനമേ ചെയ്യുന്നതായിട്ട് തോന്നത്തുമില്ല. എന്നാൽ സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞിരിക്കുന്നു, വീട്ടമ്മമാർ ഇന്ത്യയിൽ നിലവിൽ അവർ ചെയ്യുന്ന സേവനത്തിന് മിനിമം 30,000 രൂപയ്ക്ക് അർഹതയുണ്ട് എന്നാണ്. 30,000 റുപ്പീസ്. മൊത്തം രാജ്യത്തിൻ്റെ GDP-യുടെ 17% ഈ വീട്ടമ്മമാരുടെ സേവനമാണ് എന്നത് അംഗീകരിച്ചിരിക്കുന്നു സുപ്രീം കോടതി. മാത്രമല്ല, സുപ്രീം കോടതി ഇന്നലെ ആ വിധിയിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇനി വീട്ടമ്മമാരെ രാഷ്ട്ര നിർമ്മാതാക്കൾ എന്ന് വിളിക്കണം എന്നാണ്. തള്ളെ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അത് കേൾക്കുന്ന സമയത്ത് എന്തൊരു ഡിസ്ഗസ്റ്റിംഗ് ആണ് അല്ലേ? അങ്ങനെയല്ല കേട്ടോ, അവർ രാഷ്ട്ര നിർമ്മാതാക്കളാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ എഴുതിൻ്റെ കളിയാക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്ര നിർമ്മാതാവേ വരൂ എന്ന് പറയരുത്. അവരെ അല്പം ബഹുമാനത്തോടു കൂടി അവരെ അല്പം അവർ ചെയ്യുന്ന സേവനങ്ങളെ വിലമതിക്കുക എന്നതാണ്. 30,000 റുപ്പീസ് ഒരു മാസം എന്ന നിലയിൽ നിങ്ങൾ കണക്കാക്കി കൊടുക്കണമെന്നുള്ളതാണ്. ഭാര്യ വാഹനാപകടത്തിൽ മരിച്ചൊരു ഭർത്താവ് കൊടുത്ത കേസിലാണ് വിധി. 8 ലക്ഷം രൂപയാണ് ഹൈക്കോടതി നഷ്ടപരിഹാരം വിളിച്ചത്. സുപ്രീം കോടതി പറഞ്ഞു, അത് പോരാ, നിങ്ങളൊരു വീട്ടമ്മയുടെ സേവനത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അവരുടെ സേവനത്തിന് എത്ര കൊടുത്താലും മതിയാവില്ല, പക്ഷേ മിനിമം 30,000 രൂപയെങ്കിലും ഒരു മാസം കൊടുക്കണം. എന്ന് വെച്ചാൽ 8 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം 62 ലക്ഷം രൂപയാക്കിയ പഞ്ചാബുകാരനെ സുപ്രീം കോടതി വിധിച്ചു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വീട്ടിൽ തള്ള എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവർ 30,000 രൂപ ഒരു മാസം സേവനം ചെയ്യുന്നു എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ. അത് പോരാ എന്നുള്ളതാണ് നമ്മൾ പറയുക. കാര്യം, അവർ ചെയ്യുന്ന സേവനത്തിന് നമുക്ക് മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കാൻ പറ്റുന്നല്ലോ. കുറച്ചുകൂടിയൊക്കെ ബഹുമാനവും കുറച്ചുകൂടിയൊക്കെ അവരോടൊരു കരുണയും കരുതലും ഒക്കെ ആവാം. 30,000 രൂപ കൊടുത്തില്ലെങ്കിൽ പോലും കുറച്ച് സ്നേഹവും പരിചരണവും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പറഞ്ഞു എന്ന് മാത്രം. വീട്ടമ്മമാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒട്ടും വിട്ടു കൊടുക്കേണ്ട കേട്ടോ. സുപ്രീം കോടതി നിങ്ങളുടെ കൂടെയുണ്ട്.